ഡിയർ സ്റ്റുഡൻസ്, OSI റഫറൻസ് മോഡലാണ് കഴിഞ്ഞ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പാർട്ട് 1-ൽ. പാർട്ട് 2-ൽ നമ്മൾ ഈ OSI റഫറൻസ് മോഡലിൽ 7 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ ഓരോ ലെയറിൻ്റെ ഫംഗ്ഷനായിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. സോ ലെയേഴ്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. നിങ്ങൾ ഡയഗ്രാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ദ ലോവർ മോസ്റ്റ് ലെയർ ഓർ ലെയർ 1 ഓഫ് OSI മോഡൽ ഈസ് കോൾഡ് ദ ഫിസിക്കൽ ലെയർ. നിങ്ങൾ ഡയഗ്രാം ഒന്ന് നോക്കിയേ. ഫിസിക്കൽ ലെയർ ഏറ്റവും ലോവർ മോസ്റ്റ് ലെയർ. ഈ ലോവർ മോസ്റ്റ് ലെയർ ആയ ഫിസിക്കൽ ലെയറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഈ ISOക്കാർ ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ആൾക്കാർ ഫിസിക്കൽ ലെയറിന് വേണ്ടുന്ന കമ്പോണൻസ് എഴുതുമ്പോൾ ഈ പറയുന്ന ഫങ്ഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടുന്നത് ഈ ഫിസിക്കൽ ലെയറിന് 2 രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയും. ഒന്ന്, ഈ കമ്പ്യൂട്ടർ സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ ഫിസിക്കൽ ലെയറിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ മീഡിയയിലോട്ട് ഈ സിഗ്നൽസ് അയക്കുക എന്നുള്ളതാണ്. ഇനി ഡെസ്റ്റിനേഷൻ മെഷീനിലും ഇതേ OSI മോഡൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ ആണെങ്കിലേ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒക്കും. അവിടെ ഈ റിസീവിങ് ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം സിഗ്നൽസിനെ റിസീവ് ചെയ്ത് ആ റിസീവ് ചെയ്ത സിഗ്നൽസിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനകത്ത് കണ്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ജോലി. അപ്പോൾ സെൻഡിങ് സൈഡായിട്ടും ഫിസിക്കൽ ലെയറിന് ജോലിയുണ്ട്, റിസീവിങ് സൈഡിലും ഫിസിക്കൽ ലെയറിന് ജോലിയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സെൻഡിങ് ഡിവൈസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒരു കമ്പ്യൂട്ടറിനെ എടുത്താൽ ആ കമ്പ്യൂട്ടറിലെ ഫിസിക്കൽ ലെയറിൻ്റെ ജോലി എന്താ? In a sending device, the physical layer is concerned with transmitting raw bits over a communication channel. നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടറിലേക്ക് ഒരു ട്രാൻസ്മിഷൻ മീഡിയ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്നോ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്നോ മറ്റൊരു പേരിൽ നമുക്ക് വിളിക്കാം. ഇതിനകത്തേക്ക് റോ ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ സീറോസ് ആൻഡ് വൺസ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. 1 0 0 1 1 0 0 എങ്ങനെയാണോ ഡാറ്റയെ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അത് ഫൈനലി എത്തിച്ചേരുന്നത് ഫിസിക്കൽ ലെയറാണ്. ഈ ഫിസിക്കൽ ലെയറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 1s and 0s ഒഴുക്കുണ്ടല്ലോ, സ്ട്രീം ഓഫ് 1s and 0s ഇങ്ങനെ ഫിസിക്കൽ ലെയറിലോട്ട് എത്തിയാൽ ഈ 1നും 0യെയും സിഗ്നലിൻ്റെ രൂപത്തിലേക്ക് മാറ്റി ട്രാൻസ്മിഷൻ ചാനലിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്ക് തള്ളിവിടേണ്ടുന്ന ജോലിയാണ് ഫിസിക്കൽ ലെയറിന് ഉള്ളത്. The design issue have to do with making sure that when one side sends a 1 bit, it is received by the other side as 1 bit and not as 0. അപ്പോൾ ഫിസിക്കൽ ലെയറിൻ്റെ ജോലി എന്താ? ഇവിടെ നിന്ന് 1 അയച്ചു കഴിഞ്ഞാൽ ഇത് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴത്തേന് അവിടുത്തെ കമ്പ്യൂട്ടറിലെ ഫിസിക്കൽ ലെയറിന് ഈ അയക്കുന്നത് 1 ആണെന്ന് തന്നെ മനസ്സിലാവണം. നേരെ മറിച്ച് 0 ആണ് ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ 0 ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ 0 ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോകത്തില്ലേ? നമ്മൾ അയച്ച ഒറിജിനൽ ഫോമിൽ ഡാറ്റ ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് ദ ജോബ് ഓഫ് ദ ഫിസിക്കൽ ലെയർ ടു മേക്ക് ഷുവർ ദാറ്റ് 1 ഈസ് റിസീവ്ഡ് ആസ് 1 ഇൻ ദ ഡെസ്റ്റിനേഷൻ, 0 ഈസ് സെൻഡ് ആസ് 0 സോ ദാറ്റ് ഇറ്റ് വിൽ ബി റിസീവ്ഡ് ഓൾസോ ആസ് 0 ഇൻ ദ ഡെസ്റ്റിനേഷൻ. അയക്കുന്ന 1 ആയിട്ടും അയക്കുന്ന 0 ആയിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം. അപ്പോൾ എന്ത് വേണം? 1 എന്ന് പറയുന്ന ബിറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു വോൾട്ടേജ് വേണം, 0യെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് വേണം. ആ വോൾട്ടേജ് ഒരു നിശ്ചിത ബിറ്റ് പീരീഡ് സമയം നിലനിർത്തണം ചാനലിൽ. ആ ബിറ്റ് പീരീഡ് സമയം ഡെസ്റ്റിനേഷൻ സെൻസ് ചെയ്യുമ്പോൾ ആ ബിറ്റ് പീരീഡ് സമയം എന്ത് വോൾട്ടേജ് ആണോ നിലനിൽക്കുന്നത് അത് ഒരു പർട്ടിക്കുലർ വാല്യൂ ആണെങ്കിൽ അത് 1 എന്നും, മറ്റൊരു പർട്ടിക്കുലർ വാല്യൂ ആണ് ഈ പറയുന്ന ബിറ്റ് പീരീഡ് സമയം അവിടുത്തെ വോൾട്ടേജ് നിലനിൽക്കുന്നെങ്കിൽ 0 ആയിട്ടും ഡെസ്റ്റിനേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് ചില ഇഷ്യൂസ് ഉണ്ട് ഈ ഫിസിക്കൽ ലെയറിൽ. നിങ്ങൾ അതിനുവേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ 1ഉം 0യ്ക്കും അനുയോജ്യമായിട്ടുള്ള വോൾട്ടേജസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം അത് സിഗ്നലാക്കി മാറ്റേണ്ടുന്നത്. സോ ദ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ഇൻ ഫിസിക്കൽ ലെയർ കൺസ്ട്രക്ഷൻ ഈസ്, ഒരു ഫിസിക്കൽ ലെയർ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ചില ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്തിട്ട് വേണം ഈ ഫിസിക്കൽ ലെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടുന്നത്. വാട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഷുഡ് യൂസ് ടു റെപ്രസെൻറ്റ് എ 1 ആൻഡ് എ 0? 1നെ റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര വോൾട്ട്? +5 വോൾട്ട് ആണോ? 0യെ റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര? ചിലപ്പോൾ 0 വോൾട്ട് ആയിരിക്കും. ചിലപ്പോൾ 1നെ റെപ്രസെൻറ്റ് ചെയ്യാൻ +5ഉം 0യെ റെപ്രസെൻറ്റ് ചെയ്യാൻ +2.5 ആയിരിക്കും ചില മെഷീനിൽ. അപ്പോൾ അങ്ങനെ ഏത് വോൾട്ടേജ് ആണ് 1ന്, ഏത് വോൾട്ടേജ് ആണ് 0 എന്ന് തീരുമാനിക്കുന്നത് ഫിസിക്കൽ ലെയറിലെ കമ്പോണൻ്റ് ആണ്. ദെൻ ഹൗ മെനി നാനോ സെക്കൻഡ്സ് എ ബിറ്റ് ലാസ്റ്റ്? എത്ര ബിറ്റ് പീരീഡ്
ടൈം കൊടുക്കണം, എത്ര സെക്കൻഡ് സമയമാണ് ഈ വോൾട്ടേജ് നിലനിൽക്കേണ്ടത്, 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഫിസിക്കൽ ലെയറാണ്. വെദർ ദ ട്രാൻസ്മിഷൻ മേ പ്രൊസീഡ് സൈമുൾട്ടേനിയസ്ലി ഇൻ ബോത്ത് ഡയറക്ഷൻ, ഏത് മോഡ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ ആണ് ഈ പറയുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഫുൾ ഡ്യൂപ്ലെക്സ് ആണോ ഹാഫ് ഡ്യൂപ്ലെക്സ് ആണോ എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുന്നത് ഫിസിക്കൽ ലെയർ ആണ്. ഹൗ ദ ഇനിഷ്യൽ കണക്ഷൻ ഈസ് എസ്റ്റാബ്ലിഷ്, ഈ 1ഉം 0യും അയക്കുന്നതിന് തൊട്ട് മുമ്പ് ഡെസ്റ്റിനേഷനുമായിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. ഞാൻ ഡാറ്റ അയക്കാൻ പോകുന്നു, നിങ്ങൾ റെഡി ആയിക്കോ എന്ന് പറയാതെ അവിടുന്ന് പിന്നെ അക്സെപ്റ്റൻസ് ഒക്കത്തില്ലല്ലോ. അപ്പോൾ ഇനിഷ്യൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷനുമായിട്ട് ചെയ്യേണ്ടുന്നത് ഫിസിക്കൽ ലെയർ ആണ്. ദെൻ ഹൗ ഇറ്റ് ഈസ് ടോൺ ഡൗൺ വെൻ ബോത്ത് സൈഡ്സ് ആർ ഫിനിഷ്ഡ്, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ അയക്കുന്ന ഒരു പ്രക്രിയയിലാണെങ്കിൽ അങ്ങോട്ട് ഡാറ്റ അയച്ചുകൊണ്ടിരിക്കുന്നത് ഡെസ്റ്റിനേഷനെ അറിയിക്കണം. ഇനി ഡെസ്റ്റിനേഷൻ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചും ഡാറ്റ അയക്കാൻ കഴിവുള്ളവരാണ്, അങ്ങോട്ട് ടു ആൻഡ് ഫ്രോ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ. അപ്പോൾ തിരിച്ചിത് ഡാറ്റ അയക്കുന്ന സമയത്ത് ഇയാൾ റിസീവറായിട്ട് ആക്ട് ചെയ്യണം. ഇങ്ങനെ സെൻഡറും റിസീവറും ആയിട്ട് ഇങ്ങനെ സൈമുൾട്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ടേൺ വെച്ചിട്ടൊക്കെ ഇത് കൈകാര്യം ചെയ്യേണ്ടുന്നത് ഫിസിക്കൽ ലെയർ ആണ് മേൽനോട്ടം നടിക്കുന്നത്, ഈ 1 0 അയക്കുന്നതിനോടൊപ്പം തന്നെ. Then how many pins the network connector has and what each pin is used for. ഇനി ഈ പറയുന്ന പിന്നെ കമ്പ്യൂട്ടറിലെ പോർട്ടിൽ നിന്ന് ഈ സിഗ്നൽസ് പുറത്തേക്ക് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ പുറത്തേക്ക് വിടുന്ന സമയത്ത് എത്ര പിന്നുള്ള ഒരു പോർട്ടിൽ കൂടെ വേണം ഈ സിഗ്നൽസ് അയക്കേണ്ടുന്നത് എന്നെല്ലാം ഫിസിക്കൽ ലെയറിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് നമ്മൾ നിർമ്മിച്ച് അവിടെ പോർട്ടായിട്ട് വെക്കേണ്ടത്. അതിൽ കൂടെ മാത്രമേ സിഗ്നൽസ് സഞ്ചരിക്കൂ. അങ്ങനെ ഡിഫറെൻ്റ് ഡിസൈൻ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തിട്ട് ഉള്ള പിന്നെ ഒരു കൺസ്ട്രക്ഷനാണ് ഫിസിക്കൽ ലെയർ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലി പറയാം, ദ ഡിസൈൻ ഇഷ്യൂസ് ലാർജ്ലി ഡീൽ വിത്ത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ടൈമിംഗ് ഇൻ്റർഫേസസ്. മെക്കാനിക്കൽ ആസ്പെക്റ്റ്, ഇലക്ട്രിക്കൽ ആസ്പെക്റ്റ്, ടൈമിംഗ് ഇൻ്റർഫേസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു ലെയറാണ് ഫിസിക്കൽ ലെയർ. അതിനോടൊപ്പം തന്നെ ആസ് വെൽ ആസ് ദ ട്രാൻസ്മിഷൻ മീഡിയ വിച്ച് ലൈസ് ബിലോ ദ ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയറിൽ നിന്ന് തൊട്ട് അടുത്തതായിട്ട് ഇറങ്ങുന്നത് ട്രാൻസ്മിഷൻ മീഡിയ. അപ്പോൾ ട്രാൻസ്മിഷൻ മീഡിയയുമായിട്ട് ചേർന്ന് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ലെയറാണ് ഫിസിക്കൽ ലെയർ വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ടൈമിംഗ് ഇൻ്റർഫേസസ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലായി സെൻറ്ററായിട്ട്. ഇനി റിസീവറായിട്ട് ആക്ട് ചെയ്യുമ്പോഴോ ഫിസിക്കൽ ലെയർ തന്നെ ഡെസ്റ്റിനേഷൻ മെഷീനിലും ഉണ്ടല്ലോ, അയാളാണല്ലോ ആ ലെയർ ആണല്ലോ ഈ പറയുന്ന സിഗ്നലിനെ ആദ്യം റിസീവ് ചെയ്യാൻ പോകുന്നത്, അവിടുത്തെ ലെയർ 1 ആയതുകൊണ്ട്, ബോട്ടം ലെയർ ആയതുകൊണ്ട്. ഇൻ എ റിസീവിംഗ് ഡിവൈസ് ദ ഫിസിക്കൽ ലെയർ ഈസ് കൺസേൺഡ് വിത്ത് receiving the signals from the transmission media and interpreting 1 and 0s from it and provide it as a stream to the upper data link layer. അപ്പോൾ എന്താ ഫിസിക്കൽ ലെയർ ഒരു റിസീവറായിട്ട് ആക്ട് ചെയ്യുന്ന ഡെസ്റ്റിനേഷന് ചെയ്യേണ്ടത്? ഈ ട്രാൻസ്മിഷൻ മീഡിയ കൂടെ ഓരോ വോൾട്ടേജ് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ആ ബിറ്റ് പീരീഡ് സമയം ഇൻസ്പെക്ട് ചെയ്ത് ഈ വന്നിരിക്കുന്നത് 1, അടുത്തത് സെൻസ് ചെയ്യുക, 0, അടുത്തത് സെൻസ് ചെയ്യുക, 1, വീണ്ടും അടുത്ത ബിറ്റ് പീരീഡ് സെൻസ് ചെയ്യുക, 1 1 0, ഇങ്ങനെ 1ഉം 0യും 1ഉം 0യും ഇൻ്റർപ്രറ്റ് ചെയ്ത് മുകളിലത്തെ ലെയറിലോട്ട് 1 ആണോ 0 ആണോ എന്ന് ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡാറ്റ തൊട്ട് മേളത്തെ ലെയറിലേക്ക് കൊടുക്കുന്ന ജോലിയാണ് ഫിസിക്കൽ ലെയറിന് ഒരു റിസീവിങ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ റിസീവിങ് ഡിവൈസിലെ ഫിസിക്കൽ ലെയറിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഈ 1 and 0സിൻ്റെ സ്ട്രീം ഇങ്ങനെ നിർമ്മിച്ച് മുകളിലോട്ട് കൊടുക്കും. എന്നിട്ട് മുകളിലത്തെ ലെയറാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഫിസിക്കൽ ലെയറിന് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടുന്ന പിൻസ് ഉണ്ട്, അതിന് വേണ്ടുന്ന ഈ എൻകോഡിങ് മനസ്സിലാക്കുന്ന, എൻകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലിനെ കുറിച്ച് അറിയാവുന്ന ഡിവൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഫൈനലായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഈ ഫിസിക്കൽ ലെയർ എവിടെയെന്ന് നിങ്ങൾ ചിലപ്പോഴും ചോദിക്കും. നമ്മളുടെ കമ്പ്യൂട്ടറിൽ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും ലോവർ മോസ്റ്റ് ലെയർ ആണല്ലോ. ഇത് നിങ്ങളുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, നെറ്റ്വർക്ക് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ പൊളിച്ച് നോക്കിയാൽ ഇത് അസംബിൾ ചെയ്യുന്നവർക്ക് അറിയാം. അതിനകത്തൊരു നെറ്റ്വർക്ക് കാർഡ് എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷൻ കാർഡ് ഉണ്ട്. ഈ എക്സ്പാൻഷൻ കാർഡിനകത്താണ് ഫിസിക്കൽ ലെയർ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത്. അവിടെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഹാർഡ്വെയറിൻ്റെ കൂടെ ഒരു ചെറിയ പ്രോഗ്രാമും കൂടെ ഉണ്ട് ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിന്. ഈ പ്രോഗ്രാമാണ് ബേസിക്കലി ഈ വരുന്ന 1 and 0സിനെ
സിഗ്നലാക്കി ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഹാർഡ്വെയറിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ കേബിളിലേക്ക് 1 and 0s ഉണ്ടാകുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഹാർഡ്വെയർ ഓറിയൻറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. ഇതാണ് ISO OSI മോഡലിലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലെയറായ ഫിസിക്കൽ ലെയറിനെ കുറിച്ച് പറയേണ്ടുന്നത്. ഇത് നിങ്ങൾ പഠിക്കുക.